ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്റർ രാസഗതികം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോകളെല്ലാം തന്നെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് രാസപ്രവർത്തന വേഗത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ രാസഗതികം എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്റർ കെമിസ്ട്രിയിലെ 2ാമത്തെ പാർട്ടാണ്. അതിൽ തന്നെ 5ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ 2 പാർട്ടുകൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പാർട്ട് കണ്ടിട്ട് വേണം ഈ ഒരു പാർട്ട് നിങ്ങൾ കാണാൻ. എന്നാൽ മാത്രമേ ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലെ ഓരോ പാർട്ടുകളായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ. അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ്സുകളും കാണുക. അപ്പോൾ നമുക്കിനി രാസപ്രവർത്തന വേഗം എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് പോകാം. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നതെന്ന് കണ്ടല്ലോ. ഇരുമ്പ് തുരുമ്പിക്കുന്നതുണ്ട്, അതുപോലെ പല്ലിലെ പോട് അടയ്ക്കുന്നത് ഉണ്ട്, പിന്നെ ഖനികളിലെ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളിലെ ചില രാസപ്രക്രിയകൾ സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ട ചിത്രങ്ങളിലൊക്കെ എന്തുണ്ട്, ചില രാസപ്രവർത്തനങ്ങൾ ഉണ്ട് അല്ലേ. ഏതൊക്കെയാണെന്ന് തിരിച്ചറിയൂ. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് തന്നെ ഒരു സ്ഫോടനം ഉണ്ടാകുന്ന ചിത്രമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സ്ഫോടനത്തിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പം നോക്കിയേ, ഇവിടെ സ്ഫോടനം ഉണ്ടാകുന്നത് അവിടെ അതും അതുപോലെ ഇരുമ്പ് തുരുമ്പിക്കുന്നുണ്ട്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് പിന്നെന്താണ്, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് പാറകൾക്കുണ്ടാകുന്ന മാറ്റം. ഇത് കണ്ടോ, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഇവിടെ പാറകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്, അത് തന്നിട്ടുണ്ട്. അതുപോലെ പല്ലുകളുടെ പോടുകൾ നമ്മൾ അടയ്ക്കുന്നത്, ഇതൊക്കെ എന്തിൻ്റെ ഫലമായിട്ടാണ്, രാസപ്രവർത്തനത്തിൻ്റെ ചില രാസപ്രക്രിയകൾ മൂലമാണ് ഇവയൊക്കെ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ സ്ഫോടനം, അതുപോലെ അയൺ തുരുമ്പിക്കുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് പാറകൾക്കുണ്ടാകുന്ന മാറ്റം, പല്ലിലെ പോട് അടയ്ക്കുന്നത്, ഈ രാസപ്രവർത്തനങ്ങളെല്ലാം ഒരേ വേഗത്തിലാണോ നടക്കുന്നത്? അപ്പം നമ്മൾ ഈ പറഞ്ഞ രാസപ്രവർത്തനങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരേ വേഗത്തിലല്ല നടക്കുന്നത്. ഇത് വ്യത്യസ്ത കാലങ്ങളിലായി, വ്യത്യസ്ത സമയത്തായി, വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന പ്രക്രിയകളാണ്. അപ്പം നോക്കിയേ, പല്ലിൻ്റെ പോട് അടയ്ക്കുമ്പോൾ രാസമിശ്രിതം പല്ലിനോട് ഒട്ടിച്ചേരുന്നത് വളരെ സാവധാനത്തിലാണെങ്കിൽ ആഹാരം കഴിക്കുക എത്ര ശ്രമകരമായിരിക്കും. ശരിക്കും നമ്മൾ ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. നമ്മൾ പല്ലിൻ്റെ പോടടയ്ക്കാൻ പോകുന്നു. പോടടയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പല്ലിൻ്റെ ആ ഒരു ഭാഗത്ത് ഒട്ടിപ്പിടിക്കുന്നത് വളരെ സാവധാനത്തിലാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ആഹാരം കഴിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ അതുപോലെയാണ് അയൺ തുരുമ്പിക്കുന്ന രാസപ്രവർത്തനം. വളരെ വേഗത്തിലായാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത്, അപ്പം നമ്മൾ ചിലപ്പോൾ കറക്കരിയുന്ന ഇരുമ്പ്, അത് പെട്ടെന്നാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നതെങ്കിൽ നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്നു, ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, തുരുമ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ആഹാര സാധനങ്ങൾ കേടുവരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഉപ്പിലിട്ട് വയ്ക്കാറുണ്ട്. അതുപോലെ പ്രിസർവേറ്റീവുകൾ ചേർത്ത്, നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ പ്രിസർവേറ്റീവുകൾ ചേർത്ത് അതിനെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തണുപ്പിച്ച് സൂക്ഷിക്കാറുണ്ട്. തണുപ്പിച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കാറുണ്ട്. പിന്നെന്താണ്, നമ്മൾ ഒരുപാട് അതായത് മധുരം ചേർത്തിട്ട് പഞ്ചസാര ലായനിയിൽ ഒക്കെ ഇട്ട് സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ പല മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഹാര സാധനങ്ങൾ കേടുവരാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്.
എല്ലാ രാസപ്രവർത്തനങ്ങളും ഒരേ വേഗത്തിൽ ആണോ നടക്കുന്നത്? അല്ല. അപ്പം എല്ലാ രാസപ്രവർത്തനങ്ങളും എന്താണ്? ഒരേ വേഗത്തിലല്ല നടക്കുന്നത്. രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അപ്പം അവയിൽ ചിലതാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം അതിനു മുമ്പ് നമുക്കിവിടെ ഒരു പെട്ടിക്കൂട്ടിൽ എന്താണ് കൊളിഷൻ സിദ്ധാന്തത്തെക്കുറിച്ച്, കൊളിഷൻ തിയറിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൊളിഷൻ സിദ്ധാന്തം എന്നൊന്ന് പറഞ്ഞു പോകാം. കൊളിഷൻ സിദ്ധാന്ത പ്രകാരം ഒരു രാസപ്രവർത്തനം സംഭവിക്കുന്നത് അഭികാരക കണികകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴാണ്. അപ്പോൾ കൊളിഷൻ പ്രകാരം നമ്മൾ രാസപ്രവർത്തനം സംഭവിക്കുന്നത് എങ്ങനെയാ? അഭികാര കണികകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കൊളിഷൻ മൂലം എന്ത് ചെയ്യുന്നത്? രാസപ്രവർത്തനം നടക്കുന്നത്. അഭികാര കണികകൾ തമ്മിലുള്ള എല്ലാ കൂട്ടിമുട്ടലുകളും ഉൽപ്പന്ന രൂപീകരണത്തിലേക്ക് എത്തണമെന്നില്ല. അഭികാരകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ, പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ആ എല്ലാ കൂട്ടിമുട്ടലുകളും എന്താവണമെന്നില്ല? ഉൽപ്പന്ന രൂപീകരണത്തിന് എത്തണമെന്നില്ല, ഉൽപ്പന്ന രൂപീകരണത്തിലേക്ക് എത്തണമെന്നില്ല, അല്ലേ? ഉൽപ്പന്ന രൂപീകരണത്തിലേക്ക് എത്തുന്ന കൂട്ടിമുട്ടലുകളെ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഒരു അഭികാരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഉൽപ്പന്നം ഉണ്ടാകുകയാണെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടിമുട്ടലിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫലവത്തായ കൂട്ടിമുട്ടലുകൾ അഥവാ ഇഫക്റ്റീവ് കൊളിഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഫലവത്തായ കൂട്ടിമുട്ടൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാകും? അഭികാരകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഉൽപ്പന്നമുണ്ടാകും. ഫലവത്തായ കൂട്ടിമുട്ടലുകൾ നടക്കണമെങ്കിൽ അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവിൽ കൂടുതലുള്ള ഊർജം ആവശ്യമാണ്. അപ്പോൾ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവിൽ കൂടുതൽ വേണം? ഊർജം ആവശ്യമാണ്. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണം കൂടുന്നതും ഊർജം കൂടുന്നതും ഫലവത്തായ കൂട്ടിമുട്ടലുകൾക്ക് കാരണമാകുന്നു. അപ്പോൾ ഫലവത്തായ കൂട്ടിമുട്ടലുകൾക്ക് കാരണം എന്തൊക്കെയാണ്? എന്താണ്? നമ്മുടെ അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവിൽ കൂടുതലുള്ള ഊർജം ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള കണികകളുടെ എണ്ണം കൂടുന്നതും ഊർജം കൂടുന്നതും എന്തിന് കാരണമാകും? ഫലവത്തായ കൂട്ടിമുട്ടലുകൾക്ക് കാരണമാകുന്നു. അങ്ങനെ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? രാസപ്രവർത്തന വേഗതം അല്ലെങ്കിൽ രാസപ്രവർത്തന വേഗം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? കൊളിഷൻ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി നോക്കാം, നമ്മൾ പറഞ്ഞ നമ്മുടെ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അതിലൊന്നാമത്തേതാണ് എന്ത്? അഭികാരകങ്ങളുടെ സ്വഭാവം. അപ്പോൾ അഭികാരകങ്ങളുടെ സ്വഭാവം എന്തിനെ സ്വാധീനിക്കുന്നു? രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അഭികാരകങ്ങളുടെ സ്വഭാവം രാസപ്രവർത്തന വേഗത്തെ എപ്രകാരമായിരിക്കും സ്വാധീനിക്കുക? അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 3 ടെസ്റ്റ് ട്യൂബുകളിലായി തുല്യവ്യാപ്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അവയിൽ നേർപ്പിച്ച HCl അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരേ വലിപ്പമുള്ള കോപ്പർ, സിങ്ക്, മാഗ്നീഷ്യം എന്നിവയുടെ ഓരോ കഷ്ണങ്ങൾ 3 ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഒരേ വലിപ്പത്തിലുള്ള കോപ്പർ, അതുപോലെ സിങ്ക്, മാഗ്നീഷ്യം എന്നിവയുടെ ഓരോ കഷ്ണങ്ങൾ എന്ത് ചെയ്യണം? ഈ 3 ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നിരീക്ഷണം രേഖപ്പെടുത്തണം. ടെസ്റ്റ് ട്യൂബ് 1-ൽ എന്ത് സംഭവിക്കുന്നു, ടെസ്റ്റ് ട്യൂബ് 2-ൽ എന്ത് സംഭവിക്കുന്നു, 3-ൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുക? നിരീക്ഷണം നടത്തുക. ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തന വേഗം കൂടുതലുള്ളത്? അപ്പോൾ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തന വേഗം കൂടുതലുള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ വ്യാപ്തവും ലോഹങ്ങളുടെ വലിപ്പവും തുല്യമായതിനാൽ കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം എന്നീ ലോഹങ്ങളുടെ സ്വഭാവത്തിലുള്ള
സവിശേഷത കാരണമാണ് രാസപ്രവർത്തന വേഗം വ്യത്യാസപ്പെട്ടതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കോപ്പർ, അതുപോലെ സിങ്ക്, മഗ്നീഷ്യം എന്നീ ലോഹങ്ങളുടെ സ്വഭാവത്തിലുള്ള സവിശേഷത കാരണം അവിടെ രാസപ്രവർത്തന വേഗം എന്ത് ചെയ്യുന്നു, വ്യത്യാസപ്പെടുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോഡിയം സാധാരണ താപനിലയിൽ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ, തീവ്രമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, സാധാരണ താപനിലയിൽ ജലവുമായി തീവ്രമായിട്ട് പ്രവർത്തിക്കും. പക്ഷേ നമ്മൾ മഗ്നീഷ്യം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ മഗ്നീഷ്യം എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, മഗ്നീഷ്യം വളരെ സാവധാനത്തിലാണ് ജലവുമായി പ്രവർത്തിക്കുന്നത്. അതിന് കാരണം എന്താണ്? അപ്പോൾ സോഡിയം സാധാരണ താപനിലയിൽ ജലവുമായി തീവ്രമായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ മഗ്നീഷ്യം എങ്ങനെയാണ്, വളരെ സാവധാനത്തിലാണ് ജലവുമായി പ്രവർത്തിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? മഗ്നീഷ്യം ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ മഗ്നീഷ്യത്തിൻ്റെ പുറത്ത് എന്തുണ്ടാകുന്നു, ഒരു ഓക്സൈഡ് പാളി MgO ആവുന്നു. നമ്മുടെ മഗ്നീഷ്യം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, MgO ആയിട്ട് അവിടെ ഒരു ഓക്സൈഡ് പാളി മഗ്നീഷ്യത്തിന് പുറത്തായിട്ട് രൂപം കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഇത് ജലവുമായിട്ട് പെട്ടെന്ന് പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെ ഒരു പാളി രൂപപ്പെടുമ്പോൾ എന്ത് ചെയ്യത്തില്ല, മഗ്നീഷ്യവുമായിട്ട് പെട്ടെന്ന് പ്രവർത്തിക്കത്തില്ല. അടുത്ത് നമ്മൾ പറയുന്നത് ഫോസ്ഫറസിൻ്റെ രൂപാന്തരങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ്, വെളുത്ത ഫോസ്ഫറസും ചുവന്ന ഫോസ്ഫറസും തന്നിട്ടുണ്ട്. ഇവിടെ ഇതാ വെളുത്ത ഫോസ്ഫറസിൻ്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഇത് വെളുത്ത ഫോസ്ഫറസ്, ചുവന്ന ഫോസ്ഫറസ് രണ്ടിൻ്റെയും ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ വെളുത്ത ഫോസ്ഫറസും ചുവന്ന ഫോസ്ഫറസും എന്ത് ചെയ്യുന്നു, ഇവിടെ മൂലക ഫോസ്ഫറസിൻ്റെ 2 രൂപാന്തരങ്ങളാണ്. അപ്പോൾ വെളുത്ത ഫോസ്ഫറസും ചുവന്ന ഫോസ്ഫറസും എന്താണ്, മൂലക ഫോസ്ഫറസിൻ്റെ 2 രൂപാന്തരങ്ങളാണ് വെളുത്ത ഫോസ്ഫറസും ചുവന്ന ഫോസ്ഫറസും. വായുവിലെ ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ വെളുത്ത ഫോസ്ഫറസ് ജ്വലിക്കുന്നു. അപ്പോൾ വെളുത്ത ഫോസ്ഫറസ് എന്ത് ചെയ്യും, വായുവിലെ എന്തുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ വെളുത്ത ഫോസ്ഫറസ് എന്തായിട്ട് മാറുന്നു, ജ്വലിക്കുന്നു, കത്തുന്നു. വെളുത്ത ഫോസ്ഫറസ് വായുവുമായി ചേരുമ്പോൾ, സമ്പർക്കം പുലർത്തുമ്പോൾ. എന്നാൽ ചുവന്ന ഫോസ്ഫറസിനെ വളരെയേറെ കാലം വായുവിൽ തുറന്ന് വയ്ക്കാനാകും. പക്ഷെ ചുവന്ന ഫോസ്ഫറസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാലത്തേക്ക് വായുവിൽ തുറന്നു വയ്ക്കാൻ സാധിക്കും. അപ്പം അതാണ് ഫോസ്ഫറസിൻ്റെ പ്രത്യേകത. അടുത്ത രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് അഭികാരകങ്ങളുടെ ഗാഢത. അപ്പോൾ അഭികാരകങ്ങളുടെ ഗാഢത എന്ത് ചെയ്യുന്നു, രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. 2 ടെസ്റ്റ് ട്യൂബുകളിലായി തുല്യവ്യാപ്തം ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവ എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 ടെസ്റ്റ് ട്യൂബുകൾ എടുക്കണം. 2 ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് തുല്യവ്യാപ്തം, ഒന്നിൽ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക, രണ്ടാമത്തേൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും എടുക്കുക. യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണം ആണ് ഗാഢത എന്ന് പറയുന്നത്. അപ്പോൾ ഗാഢത എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണം, അതിനെയാണ് നമ്മൾ ഗാഢത എന്ന് പറയുന്നത്. അപ്പോൾ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണം കാണിക്കുന്ന ആ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. എങ്കിൽ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് യൂണിറ്റ് വ്യാപ്തത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്മാത്രകളുടെ എണ്ണം കൂടുതലുള്ളത്? അപ്പോൾ നമുക്കറിയാം ഏതിലായിരിക്കും, ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരിക്കുമല്ലോ, ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ ഒന്നിൽ നമ്മൾ എന്തെടുത്തു, ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു, രണ്ടാമത്തേൽ നമ്മൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുത്തത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, അവിടെ ഇത് കണ്ടു, ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ആ ഒരു യൂണിറ്റ് വ്യാപ്തം നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ. ഇനി
2 ടെസ്റ്റ് ട്യൂബുകളിലെയും തുല്യ മാസുള്ള മഗ്നീഷ്യം റിബൺ ഇടുക. ഇനി നമ്മൾ എന്താ ചെയ്യുക? രണ്ടിൽ നമ്മൾ ഒന്നിൽ കാട HCl എടുത്തു, മറ്റേതിൽ നേർപ്പിച്ച HCl എടുത്തു. രണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിലും നമ്മൾ തുല്യ മാസുള്ള മഗ്നീഷ്യം റിബൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടിലും നമ്മൾ എന്ത് ചെയ്തു? മഗ്നീഷ്യം റിബൺ ഇട്ട് കൊടുത്തു. തുല്യ മാസുള്ള മഗ്നീഷ്യം റിബണാണ് ഇട്ട് കൊടുത്തത്. അപ്പോഴോ ഓരോ ടെസ്റ്റ് ട്യൂബിലും നടക്കുന്ന രാസപ്രവർത്തനത്തെക്കുറിച്ചുള്ള നിരീക്ഷണം രേഖപ്പെടുത്തുക. അപ്പോൾ ടെസ്റ്റ് ട്യൂബിൽ 1 എന്താണ് നടക്കുന്നത്, ടെസ്റ്റ് ട്യൂബ് 2 എന്താണ് നടക്കുന്നത്. അപ്പോൾ രാസപ്രവർത്തന വേഗം ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതലായിട്ടുള്ളത്? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതിലായിരിക്കും രാസപ്രവർത്തന വേഗത കൂടുതൽ. ഗാഢ HCl ഉള്ള ആ ഒരു ടെസ്റ്റ് ട്യൂബിലായിരിക്കും എന്ത് കൂടുതൽ? ഇവിടെ രാസപ്രവർത്തന വേഗം കൂടുതൽ. ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിൽ രാസപ്രവർത്തന വേഗം കൂടുതലായിരിക്കുന്നതിന് കാരണം എന്താണ്? യൂണിറ്റ് വ്യാപ്തത്തിലുള്ള അഭികാര തന്മാത്രകളുടെ എണ്ണം കൂടുതലായിരിക്കുന്നത് കൊണ്ടാണ് അവിടെ എന്ത് കൂടുതലായിട്ടുള്ളത്? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിൽ രാസപ്രവർത്തന വേഗത കൂടുതൽ. അപ്പോൾ ഇവിടെ 2 ടെസ്റ്റ് ട്യൂബിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിലാണ് എന്ത് കൂടുതൽ? രാസപ്രവർത്തന വേഗത കൂടുതലെന്ന് നമുക്ക് മനസ്സിലാവാം. അവിടെ അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു. അവിടെ എന്താണ്? യൂണിറ്റ് വ്യാപ്തത്തിലുള്ള അഭികാര തന്മാത്രകളുടെ എണ്ണം എന്താണ്? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തതിൽ കൂടുതലാണ്. അതാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിക്കും തോറും യൂണിറ്റ് വ്യാപ്തത്തിലെ കണികകളുടെ എണ്ണം കൂടുകയും തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിക്കും തോറും യൂണിറ്റ് വ്യാപ്തത്തിലെ കണികകളുടെ എണ്ണം കൂടുകയും തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കാരണത്താൽ രാസപ്രവർത്തന വേഗം എന്ത് ചെയ്യും? വർദ്ധിക്കുന്നു. അപ്പോൾ അഭികാരകങ്ങളുടെ ഗാഢത എന്തിനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ 2 ചിത്രം തന്നിട്ടുണ്ട്. എന്താണ്? സ്റ്റീൽ കമ്പിച്ചുരുൾ വായുവിൽ ചൂടാക്കിയാൽ അത് ചുട്ടുപഴുത്ത് ചുവന്ന നിറമായി മാറുകയും സാവധാനം ഓക്സീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ചുട്ടുപഴുത്ത കമ്പിച്ചുരുൾ ഓക്സിജൻ സമൃദ്ധമായ അന്തരീക്ഷ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ശക്തമായി കത്തുകയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അതിനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ്? നമ്മൾ സ്റ്റീൽ കമ്പിച്ചുരുൾ വായുവിൽ ചൂടാക്കിയാൽ അതെന്ത് ചെയ്യും? ചുട്ടുപഴുത്ത് ചുവന്ന നിറമായിട്ട് മാറും അല്ലേ? അതുപോലെ സാവധാനം ഓക്സീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ചുട്ടുപഴുത്ത കമ്പിച്ചുരുൾ ഓക്സിജൻ സമൃദ്ധമായ അന്തരീക്ഷ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ അതെന്ത് ചെയ്യും? അത് ശക്തമായി കത്തുന്നു. അതിനുള്ള കത്തുകയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചുട്ടുപഴുത്ത കമ്പിച്ചുരുൾ ഓക്സിജൻ സമൃദ്ധമായ അന്തരീക്ഷ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഇരുമ്പിൻ്റെ ഓക്സൈഡുകൾ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതായത് ചുട്ടുപഴുത്തിരിക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ഓക്സൈഡുകൾ കൂടുകയും അത് ഓക്സിജനുമായി വളരെ പെട്ടെന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് പെട്ടെന്ന് അതിശക്തമായി കത്തുകയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് അഭികാരകങ്ങളുടെ പ്രതല പരപ്പളവിനെ കുറിച്ചാണ്. അഭികാരകങ്ങളുടെ പ്രതല പരപ്പളവും എന്തിന് കാരണമാകുന്നു? രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം നൽകിയിരിക്കുന്ന ചിത്രം വിശകലനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നേർപ്പിച്ച HCl ഉണ്ട്. അതുപോലെ നേർപ്പിച്ച HCl 2 ബോട്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്? നേർപ്പിച്ച HCl ആണ് തന്നിരിക്കുന്നത്. അതുപോലെ മാർബിൾ കഷ്ണം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാർബിൾ പൊടിച്ചതും തന്നിട്ടുണ്ട്. അപ്പോൾ അഭികാരകങ്ങളുടെ പ്രതല പരപ്പളവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്.
ഇവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, അതുപോലെ മാർബിൾ കഷ്ണമുണ്ട്, അതേപോലെ തന്നെ എന്താണ് നേർപ്പിച്ച HCl-ഉം അതുപോലെ മാർബിൾ പൊടിച്ചതുമുണ്ട്. അപ്പോൾ ഈ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരകങ്ങൾ നമ്മൾ ഇതാണെന്ന് കണ്ടു. ഇനി ഇവയുടെ ഭൗതിക അവസ്ഥ എന്താണ്? ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭൗതിക അവസ്ഥ തരികയാണെങ്കിൽ ഒന്നിൽ എന്താണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമുണ്ട്, ഒരെണ്ണത്തിൽ എന്തുമുണ്ട് ഒരു മാർബിൾ കഷ്ണമുണ്ട്, അതുപോലെ ഒന്നിൽ നേർപ്പിച്ച HCl-നോടൊപ്പം എന്താണ് മാർബിൾ പൊടിച്ചതാണ് നൽകിയിരിക്കുന്നത്. അതാണ് ഇവിടെ ഭൗതികാവസ്ഥ എന്ന് പറയുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ കാൽസ്യം കാർബണേറ്റ് പ്ലസ് HCl അത് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ആയി കിട്ടുന്നു? CaCl2 കാൽസ്യം ക്ലോറൈഡും അതുപോലെ ജലവും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മാർബിൾ കഷ്ണവും തുല്യ മാസുള്ള മാർബിൾ പൊടിയും എടുക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്തു? മാർബിൾ കഷ്ണം എടുത്തു, അതുപോലെ തുല്യ മാസുള്ള മാർബിൾ പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. തുല്യ വ്യാപ്തവും ഒരേ ഗാഢതയുമുള്ള നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ഇവയെ പ്രവർത്തിച്ച് നിരീക്ഷണം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് രാസപ്രവർത്തന വേഗം 2 ബീക്കറിലും ഒരുപോലെയാണോ? അപ്പോൾ 2 ബീക്കറിലും രാസപ്രവർത്തന വേഗത ഒരുപോലെ ആയിരിക്കുമോ? ഇനി മാർബിളിൻ്റെ പ്രതല പരപ്പളവ് തുല്യമാണോ? അപ്പോൾ നമുക്കറിയാം എന്താണ് രാസപ്രവർത്തന വേഗം 2 ബീക്കറിലും എങ്ങനെയാണ് ഒരുപോലെയാണോ? ഒരുപോലെ ആയിരിക്കില്ല. കാരണം എന്താണ്? മാർബിളിൻ്റെ പ്രതല പരപ്പളവ് തുല്യമാണോ? പ്രതല പരപ്പളവ് എന്താണ് തുല്യമല്ല. കാരണം തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? പ്രതല പരപ്പളവ് കൂടുമ്പോൾ അഭികാര തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ നിരക്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ പ്രതലപരപ്പ് കൂടുന്നതിനനുസരിച്ച് അഭികാര തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ നിരക്ക് എന്ത് ചെയ്യും? കൂടും. മാർബിൾ തരികളെ അതിസൂക്ഷ്മമായി പൊടിക്കുകയാണെങ്കിൽ പ്രവർത്തന വേഗത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? പ്രവർത്തന വേഗം കൂടത്തില്ലേ? അവിടെ പ്രതല പരപ്പളവ് കൂടാം, അഭികാരക തന്മാത്രകൾ എന്ത് ചെയ്യും? അവ തമ്മിലുള്ള കൂട്ടിമുട്ടൽ നിരക്ക് എന്ത് ചെയ്യും? കൂടും. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പ്രവർത്തന വേഗത കൂടും. ഖരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളിൽ വേഗത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് പ്രതല പരപ്പളവ്. അപ്പോൾ ഖരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? വേഗത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് എന്തെന്ന് പറയുന്നത്? പ്രതല പരപ്പളവ് എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളെ ചെറു കഷണങ്ങളാക്കി മാറ്റുകയോ പൊടിച്ച് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ പ്രതല പരപ്പളവ് വർദ്ധിക്കുകയും തന്മൂലം ഫലവത്തായ കൂട്ടിമുട്ടലുകളിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തന വേഗം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മാർബിൾ പൊടിച്ചതെടുത്തപ്പോൾ അവിടെ പ്രതല പരപ്പളവ് കൂടി, അവിടെ തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ കൂടി, അതുപോലെ തന്നെ രാസപ്രവർത്തന വേഗതയും എന്ത് ചെയ്തു? കൂടി. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇനി വിറക് ചെറു കഷ്ണങ്ങളാക്കുമ്പോൾ വേഗത്തിൽ കത്തുന്നതിനുള്ള കാരണം ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഈ മാർബിൾ പൊടിച്ച അതേപോലെ തന്നെയാണ് നമ്മൾ ഖരവസ്തുക്കളുടെ മറ്റൊരു പ്രവർത്തനം. വിറക് കത്തിക്കുന്നു, വലിയൊരു കഷ്ണം വിറവാണ് നമ്മൾ എടുത്ത് കത്തിച്ചാൽ അത് എന്ത് ചെയ്യത്തില്ല? അത് പെട്ടെന്ന് കത്തത്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റിയതിന് ശേഷം കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതല പരപ്പളവ് കൂടും, അതിൻ്റെ പ്രവർത്തനം കൂടും, അപ്പോൾ എണ്ണത്തിൽ വർധനവുണ്ടാകും. അത് എന്ത് ചെയ്യും? രാസപ്രവർത്തന വേഗത അവിടെ തന്മാത്രകളുടെ കൂട്ടുമുട്ടലുകളുടെ എണ്ണം കൂടും. തന്മൂലം എന്ത് ചെയ്യും? അവിടെ പ്രതല പരപ്പളവ് വർദ്ധിക്കും. അപ്പോൾ ഫലവത്തായ കൂട്ടുമുട്ടലുകൾ ഉണ്ടാകും. അതാണ് നമ്മളിവിടെ കണ്ടത്. പ്രതല പരപ്പളവ് വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗം കൂടുമോ കുറയുമോ? രാസപ്രവർത്തന വേഗം കൂടുന്നു എന്നുള്ളതിന് നിത്യജീവിതത്തിൽ നിന്ന് കൂടുതൽ ഉദാഹരണം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതല പരപ്പളവ് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തന വേഗം കൂടുന്നു. അപ്പോൾ എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിറകിൻ്റെ കാര്യം പറയാം. ഇതൊക്കെ എന്താണ്? നമ്മുടെ രാസപ്രവർത്തന വേഗം കൂട്ടുന്ന
കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പറയാം രാസപ്രവർത്തന വേഗത കൂടുന്നതിനുള്ള മറ്റൊരു കാരണമാണ് എന്ത്? പ്രതല പരപ്പളവ് എന്ന് പറയുന്നത്. പ്രതല പരപ്പളവ്, അഭികാരകങ്ങളുടെ പ്രതല പരപ്പളവ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മുടെ രാസപ്രവർത്തന വേഗത കൂടുന്നു. അപ്പോൾ അഭികാരകങ്ങളുടെ ഭൗതികാവസ്ഥയും രാസപ്രവർത്തന വേഗവും എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തന വേഗവും അഭികാരകങ്ങളുടെ ഭൗതികാവസ്ഥയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഖരാവസ്ഥയിലുള്ള സിങ്ക് സൾഫേറ്റും ബേരിയം നൈട്രേറ്റും തമ്മിൽ കലർത്തിയാൽ അവയ്ക്കിടയിൽ പ്രകടമായ പ്രവർത്തനമൊന്നും നടക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഖരാവസ്ഥയിലുള്ള സിങ്ക് സൾഫേറ്റും അതുപോലെ ബേരിയം നൈട്രേറ്റും തമ്മിൽ കലർത്തിയാൽ അവിടെ എന്തില്ല? അവയ്ക്കിടയിൽ പ്രകടമായ പ്രവർത്തനമൊന്നും നടക്കുന്നില്ല. എന്നാൽ അവയുടെ ജലീയ ലായനികൾ തമ്മിൽ കലർത്തുമ്പോൾ ഉടൻ തന്നെ ബേരിയം സൾഫേറ്റിൻ്റെ ഒരു വെളുത്ത അവക്ഷിപ്തമുണ്ടാകുന്നു. അപ്പം നമ്മൾ അത് ബേരിയം സൾഫേറ്റും അതുപോലെ സിങ്ക് സൾഫേറ്റും ഖരാവസ്ഥയിലാണെങ്കിൽ അത് വലിയതായിട്ട് പ്രവർത്തനമൊന്നും അവിടെ നടക്കുന്നില്ല. പക്ഷെ അതിൻ്റെ ജലീയ ലായനികളാണ് നമ്മൾ ചേർത്താൽ അത് കലർത്തിയാൽ എന്ത് ചെയ്യുന്നു? ഉടൻ തന്നെ ബേരിയം സൾഫേറ്റിൻ്റെ ഒരു വെളുത്തൊരവക്ഷിപ്തമുണ്ടാകും. ഇത്തരത്തിൽ രാസപ്രവർത്തനം നടന്ന് ഉൽപ്പന്നമുണ്ടായത് തന്മാത്രകൾ ഫലപ്രദമായി കൂട്ടിമുട്ടിയത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ രാസപ്രവർത്തനത്തിൽ ഉൽപ്പന്നമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? തന്മാത്രകൾ തമ്മിലുള്ള ഫലപ്രദമായ കൂട്ടിമുട്ടലുകൾ ഉണ്ടായതുകൊണ്ടാണ് അവിടെ എന്തുണ്ടായത്? ഉൽപ്പന്നമുണ്ടായത്. അതായത് അഭികാരകങ്ങളുടെ ഭൗതികാവസ്ഥ അവയുടെ രാസപ്രവർത്തന വേഗം നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ അഭികാരകങ്ങളുടെ ഭൗതികാവസ്ഥ അവയുടെ രാസപ്രവർത്തന വേഗം നിർണയിക്കുന്നതിൽ എന്ത് ചെയ്യുന്നു? പ്രധാന പങ്ക് വഹിക്കുന്നു. ദ്രാവക ഗ്യാസൊലിൻ ജ്വലിക്കുന്നതിനേക്കാൾ സ്ഫോടനാത്മകമായി ഗ്യാസൊലിൻ ബാഷ്പം ജ്വലിക്കുന്നതും ഇക്കാരണത്താലാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എന്താണ്? ദ്രാവക ഗ്യാസൊലിൻ ജ്വലിക്കുന്നതിനേക്കാൾ സ്ഫോടനാത്മകമാണ് എന്ത്? ഗ്യാസൊലിൻ ബാഷ്പം ജ്വലിക്കുന്നത്. അതും കാരണം എന്താണ്? ഈ പറഞ്ഞ അഭികാരകങ്ങളുടെ ഭൗതികാവസ്ഥയും രാസപ്രവർത്തന വേഗവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ പറഞ്ഞത്. ഇനി നോക്കിയേ, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് 2 ടെസ്റ്റ് ട്യൂബുകളിലായി എടുക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഒരു വലിയ കഷ്ണം മുട്ടത്തോട് ഇടുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ തുല്യ അളവിൽ പൊടിയാക്കിയ മുട്ടത്തോട് ചേർക്കുക. ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തന വേഗം കൂടുതലായി കാണപ്പെടുന്നത്? അപ്പം നമുക്കറിയാം എന്താണ് ഏത് ടെസ്റ്റ് ട്യൂബിലായിരിക്കും രാസപ്രവർത്തന വേഗം കൂടുന്നത്? നമ്മൾ പൊടിച്ച് ചേർത്ത മുട്ടത്തോട് പൊടിച്ച് ചേർത്ത ടെസ്റ്റ് ട്യൂബിലായിരിക്കുമല്ലോ. അതിന് കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു എന്താണ്? പ്രതല പരപ്പ് കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാകും? അവിടെ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടും. അപ്പോൾ അത് എന്തിന് കാരണമാകും? രാസപ്രവർത്തനം വേഗത്തിലാവുന്നതിന് കാരണമാകും. അപ്പോൾ ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഘോഷവേളകൾക്ക് പൊലിമ കൂട്ടാൻ ഉപയോഗിക്കുന്ന പടക്കങ്ങളിൽ മഗ്നീഷ്യം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മഗ്നീഷ്യം കത്തുമ്പോൾ നല്ല തിളക്കമുണ്ടാകും. ഇവിടെ ഉപയോഗിക്കുന്നത് മഗ്നീഷ്യം പൊടിയാണ്. എന്തായിരിക്കും കാരണം? അപ്പോൾ നമ്മൾ മഗ്നീഷ്യം പൊടി ഉപയോഗിക്കുന്നതും അതിൻ്റെയും എന്താണ്? പ്രതലപരപ്പ് കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാകും? നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടും. അതാണ് കാരണം. അടുത്ത നമ്മൾ പറയുന്നത് എന്താണ്? താപനിലയെക്കുറിച്ചാണ്. താപനില എന്തിനെ സ്വാധീനിക്കുന്നു? രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് താപനില. അമോണിയം ക്ലോറൈഡും നമ്മുടെ NH4Cl അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും NaOHും തമ്മിലുള്ള പ്രവർത്തനം ആണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്? ഇവ തമ്മിൽ പ്രവർത്തിച്ചാൽ ഏതൊക്കെ ഉൽപ്പന്നമാണ് ലഭിക്കുന്നത്? അപ്പോൾ ഈ നമ്മുടെ അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ കിട്ടും? ഇവ തമ്മിൽ പ്രവർത്തിച്ചാൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുന്നത്? അപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം നമുക്കിവിടെ ചുവടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ അമോണിയം ക്ലോറൈഡ്
അതുപോലെ തന്നെ ആരാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇവ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് സോഡിയം ക്ലോറൈഡ് കിട്ടുന്നുണ്ട്, ജലം കിട്ടുന്നുണ്ട്, ഒപ്പം എന്താണ് അമോണിയയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ നമ്മുടെ അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ കിട്ടുന്നു? സോഡിയം ക്ലോറൈഡ് കിട്ടുന്നു, ജലം H2O കിട്ടുന്നു, അതുപോലെ NH3 അഥവാ അമോണിയയും ലഭിക്കുന്നു. ഇനി ഈ പരീക്ഷണം ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 ml അമോണിയം ക്ലോറൈഡ് ലായനി എടുക്കുക. അപ്പോൾ ഇത് ഒരു പരീക്ഷണം ചെയ്യാനായിട്ടാണ്. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ടെസ്റ്റ് ട്യൂബിൽ 2 ml അമോണിയം ക്ലോറൈഡ് ലായനി എടുക്കുക. അതിലേക്ക് മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന 2 ml സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ഒഴിക്കുക. അപ്പോൾ മറ്റൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിൽ 2 ml എന്ത് എടുക്കണം? സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി എടുക്കുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കുക. അപ്പോൾ എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടായതായി നിരീക്ഷിച്ചോ? അപ്പോൾ അവിടെ എന്താണ് ഉൽപ്പന്നം ഉണ്ടായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 5-9 ചിത്രത്തിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യുക? ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത് നിന്ന് നമ്മുടെ മൂക്കിലേക്ക് വായു വരുന്ന തരത്തിൽ കൈ വീശി നോക്കുക. അതാ കണ്ടോ, വായു വരുന്നത് പോലെ നമുക്ക് ഇവിടെ ഒരു പുക വരുന്നത് നമുക്ക് കാണാം അല്ലേ? ഒരു വായു വരുന്നത് പോലെ നമുക്ക് തോന്നാം. അപ്പോൾ എന്തെങ്കിലും ഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കിയ ശേഷം വീണ്ടും ഗന്ധം പരിശോധിക്കുക. ചൂടാക്കിയപ്പോഴാണ് അമോണിയയുടെ രൂക്ഷഗന്ധം ലഭിച്ചത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇത്. നമ്മൾ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? ഒരു രൂക്ഷഗന്ധം ഉണ്ടാകുന്നു. അത് എന്താണ്? അമോണിയയുടെ രൂക്ഷഗന്ധമാണ് വരുന്നത്. അതായത് പ്രവർത്തന വേഗം വർദ്ധിച്ചത് താപനിലയിലുണ്ടായ വർധനവ് മൂലമാണ്. അപ്പോൾ നമ്മൾ ചൂടാക്കുന്നതിനനുസരിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പ്രവർത്തന വേഗം വർദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ അമോണിയയുടെ രൂക്ഷഗന്ധം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രവർത്തന വേഗം വർദ്ധിക്കുന്നത് എന്താണ്? താപനിലയിലുണ്ടായ വർധനവ് മൂലമാണ്. താപനില കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തന വേഗത്തിൽ വർധനവ് ഉണ്ടാകുന്നു. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരകങ്ങൾ ഉൽപ്പന്നമായി മാറണമെങ്കിൽ അഭികാരക കണികകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. അപ്പോൾ നമ്മളൊരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരകങ്ങൾ ഉൽപ്പന്നമായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവ് എന്ത് വേണം? ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. അഭികാര ഘടകങ്ങൾക്ക് എന്തുണ്ടാവണം? ഒരു നിശ്ചിത അളവിൽ ഗതികോർജം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അഭികാര ഘടകങ്ങളുടെ ഗതികോർജം, ഒരു നിശ്ചിത അളവ് ഗതികോർജം ഉണ്ടെങ്കിലേ ആ അഭികാര കണികകൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ആ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുകയുള്ളൂ. ഈ ഊർജത്തെ ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നു. അപ്പോൾ ത്രഷോൾഡ് എനർജി അഥവാ ത്രഷോൾഡ് എനർജി എന്താണ് എന്ന് നമ്മളോട് ചോദിക്കാം. അപ്പോൾ ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരകങ്ങൾ ഉൽപ്പന്നമായി മാറണമെങ്കിൽ അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഒരു കൈനറ്റിക് എനർജി ആവശ്യമാണ്. അപ്പോൾ ഈ ഊർജത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അഭികാരകങ്ങളെ ചൂടാക്കുമ്പോൾ കണികകളുടെ ഗതികോർജം വർദ്ധിക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അഭികാരകങ്ങളെ ചൂടാക്കിയാൽ അവിടെ എന്ത് സംഭവിക്കും? കണികകളുടെ ഗതികോർജം വർദ്ധിക്കുന്നു. അതായത് താപനില വർദ്ധിക്കുമ്പോൾ ത്രഷോൾഡ് എനർജി കൈവരിച്ച കണികകളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ താപനില കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ത്രഷോൾഡ് എനർജി കൈവരിച്ച കണികകളുടെ എണ്ണവും കൂടുന്നു. തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, അതുപോലെ രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നു. സോഡിയം തയോസൾഫേറ്റും, അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് സോഡിയം തയോസൾഫേറ്റ് Na2S2O3. അപ്പോൾ ഈ സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തന ക്രമം ചുവടെ നൽകിയിട്ടുണ്ട്.
അപ്പോൾ പരീക്ഷണത്തിലൂടെ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതെന്ന് തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പരീക്ഷണത്തിലൂടെ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒരു ബീക്കറിൽ സോഡിയം തയോസൾഫേറ്റിൻ്റെ നേർപ്പിച്ച ലായനി തയ്യാറാക്കുക. ഈ ലായനി തുല്യ അളവിൽ 2 ടെസ്റ്റ് ട്യൂബുകളിൽ എടുക്കുക. അപ്പോൾ ഈ ലായനി നമ്മൾ എന്ത് ചെയ്യണം? ബീക്കറിൽ സോഡിയം തയോസൾഫേറ്റിൻ്റെ നേർപ്പിച്ച ലായനി എടുത്തിട്ട് ഈ ലായനി 2 ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് തുല്യ അളവിൽ എടുക്കണം. ഒരു ടെസ്റ്റ് ട്യൂബിനെ അല്പസമയം ചൂടാക്കുക. 2 ടെസ്റ്റ് ട്യൂബുകളിലും ഒരേ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുക. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിനെ എന്ത് ചെയ്യണം? നമ്മൾ ചൂടാക്കണം. ഇനി മറ്റേ ടെസ്റ്റ് ട്യൂബിനെ എന്ത് ചെയ്യണം? തുല്യ അളവിൽ 2ലും എന്ത് ചെയ്യണം? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുക. നിങ്ങളുടെ നിരീക്ഷണം രേഖപ്പെടുത്തുക. അപ്പം നമുക്കറിയാലോ ഏത് ടെസ്റ്റ് ട്യൂബിലാണ് വേഗത്തിൽ അവക്ഷിപ്തം രൂപപ്പെടുന്നത്? ഉറപ്പായിട്ടും അതെന്താണ്? ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിലായിരിക്കും വളരെ പെട്ടെന്ന് അവക്ഷിപ്തം രൂപപ്പെട്ടത്. ഇവിടെ പ്രവർത്തന വേഗത്തെ സ്വാധീനിച്ച ഘടകം ഏതാണ്? നിസ്സംശയം പറയാം, താപീയ ഘടകമാണ് അല്ലേ? താപമാണ്. നമ്മൾ ചൂടാക്കിയപ്പോഴാണ് എന്ത് ചെയ്തത്? അവിടെ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടിയത്. അടുത്ത് നമ്മൾ പറയുന്നത് ഉൽപ്രേരകങ്ങളുടെ സ്വാധീനമാണ്. ഉൽപ്രേരകങ്ങളുടെ സ്വാധീനം എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നു. ഉൽപ്രേരകങ്ങളുടെ സ്വാധീനം. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന സംയുക്തത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ വീടുകളിലും ആശുപത്രിയിലും ഒക്കെ അണുനാശിനിയായി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ജലീയ ലായനി ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ അണുനാശിനിയായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ജലീയ ലായനി. ജലീയ ലായനി എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ വീടുകളിലുമൊക്കെ അണുനാശിനിയായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ജലീയ ലായനി ഉപയോഗിക്കാറുണ്ട്. കോവിഡിൻ്റെ ആക്രമണം രൂക്ഷമായിരുന്ന സമയത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ചിരുന്നുവല്ലോ. അപ്പം നമുക്കറിയാം ഈ കോവിഡൊക്കെ വന്ന സമയത്ത് എല്ലാവരും എന്തോ ഉപയോഗിച്ചിരുന്നു? സാനിറ്റൈസർ ഉപയോഗിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഈ സാനിറ്റൈസർ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയ ഒരു വസ്തുവാണ് ഇതെന്ന് പറയുന്നത്, ഈ സാനിറ്റൈസർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അണുനാശിനിയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ. വിഘടന രാസപ്രവർത്തനത്തിന് വിധേയമാകുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് ഓക്സിജൻ സ്വതന്ത്രമാക്കാൻ കഴിയും. അപ്പോൾ വിഘടന രാസപ്രവർത്തനത്തിന് വിധേയമാകുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ സ്വതന്ത്രമാക്കുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് ചെയ്യുന്നു? വിഘടിച്ച് ജലവും ഓക്സിജനുമായി മാറുന്നു. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇനി ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി എടുക്കുക. അപ്പം നമ്മൾ ബോയിലിംഗ് ട്യൂബ് ഉണ്ടല്ലോ, ബോയിലിംഗ് ട്യൂബ് എടുത്തിട്ട് അതിൽ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി എടുക്കുക. ബോയിലിംഗ് ട്യൂബിനുള്ളിലേക്ക് എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ബോയിലിംഗ് ട്യൂബിനുള്ളിലേക്ക് എന്ത് ചെയ്യുക? എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. ചന്ദനത്തിരി കത്തുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അപ്പോൾ ചന്ദനത്തിരി കത്തുന്നതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ബോയിലിംഗ് ട്യൂബിനുള്ളിലേക്ക് അല്പം മാംഗനീസ് ഡയോക്സൈഡ് MnO2 ചേർത്തതിന് ശേഷം വീണ്ടും എരിയുന്ന ചന്ദനത്തിരി ട്യൂബിനുള്ളിലേക്ക് കാണിക്കുക. ഇപ്പോൾ എന്താണ് നിരീക്ഷിച്ചത്? അപ്പോൾ ചന്ദനത്തിരിയുടെ ജ്വലന വേഗം വർദ്ധിച്ചതായി കാണാം അല്ലേ? അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം വർദ്ധിച്ച് കൂടുതൽ ഓക്സിജൻ പുറത്ത് വന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ ഈ കണ്ട ചന്ദനത്തിരിയുടെ ജ്വലന വേഗത വർദ്ധിച്ചത്. ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം വർദ്ധിപ്പിച്ചത് മാംഗനീസ് ഡയോക്സൈഡ് എന്ന പദാർത്ഥമാണ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനം വർദ്ധിപ്പിച്ചത് എന്താണ്? മാംഗനീസ് ഡയോക്സൈഡ് എന്ന പദാർത്ഥമാണ്. അപ്പോൾ പ്രവർത്തനം പൂർത്തിയായ ശേഷം എന്ത് ചെയ്യുക? ലായനിയെ ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചെടുക്കുക.
അപ്പോൾ ഫിൽറ്റർ പേപ്പറിൽ അവശേഷിക്കുന്ന പദാർത്ഥം എന്തായിരിക്കും? ഇത് മാംഗനീസ് ഡയോക്സൈഡ് ആയിരിക്കും. അപ്പോൾ ആ ഫിൽറ്റർ പേപ്പറിൽ അവശേഷിക്കുന്നത് എന്താണ്? മാംഗനീസ് ഡയോക്സൈഡ് ആണ്. മാത്രമല്ല സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൻ്റെ അളവിലും ഗുണത്തിലും മാറ്റം ഉണ്ടായിട്ടില്ല എന്നതും ബോധ്യമാകും. അപ്പോൾ ഈ മാംഗനീസ് പെറോക്സൈഡാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഫിൽറ്റർ പേപ്പറിൽ അവശേഷിക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത്. അവിടെ സൂക്ഷ്മമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അളവിലും ഗുണത്തിലും ഒന്നും എന്ത് ചെയ്യത്തില്ല, മാറ്റമുണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാകാതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഉൽപ്രേരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാകാതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. ഉൽപ്രേരകങ്ങൾ എന്ത് ചെയ്യത്തില്ല? സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാകുകയില്ല. അതെന്തിനെ കൂട്ടുകയുള്ളൂ? രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനത്തിൽ മാംഗനീസ് ഡയോക്സൈഡ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഒരു ഉൽപ്രേരകമായിട്ടാണ് പ്രവർത്തിച്ചത്. ഇവിടെ ഒരു കുറച്ച് കാര്യം തന്നിട്ടുണ്ട് ഒരു ബോക്സിൽ. നമുക്ക് ചുറ്റും കാണുന്ന ചില പ്രവർത്തനങ്ങളിൽ താപനിലയുടെ സ്വാധീനം തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദോശയും ഇഡലിയും ഉണ്ടാക്കാനായി നമ്മൾ അരച്ച് വെക്കുന്ന മാവ് സാധാരണ താപനിലയിൽ വളരെ വേഗത്തിൽ പുളിച്ചു പൊങ്ങി വരുന്നത് കാണാനാകും. എന്നാൽ റെഫ്രിജറേറ്ററിലാണ് മാവ് സൂക്ഷിക്കുന്നതെങ്കിൽ പൊങ്ങി വരുന്നത് സാവധാനത്തിലായിരിക്കും, അല്ലേ? അങ്ങനെയാണ്. മിന്നാമിനുങ്ങിന് കെമിലൂമിനസെൻസ് പ്രഭാവത്താൽ വെളിച്ചം പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ മിന്നാമിനുങ്ങ് വെളിച്ചം പുറപ്പെടുവിക്കുന്ന ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് കെമിലൂമിനസെൻസ്. കെമിലൂമിനസെൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൊണ്ടാണ് മിന്നാമിനുങ്ങിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വെളിച്ചം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. ഇപ്രകാരം ചില രാസവസ്തുക്കൾ മിശ്രണം ചെയ്ത ലൈറ്റ് സ്റ്റിക്കുകൾക്കും വെളിച്ചം പുറപ്പെടുവിക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചില സ്റ്റിക്കുകൾ, ഇതേപോലുള്ള ചില സ്റ്റിക്കുകൾക്ക് വെളിച്ചം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്തരം ലൈറ്റ് സ്റ്റിക്കുകൾക്ക് ഉയർന്ന താപനിലയിൽ തീവ്രതയുള്ള പ്രകാശം പുറത്തേക്ക് വിടാൻ സാധിക്കും. അപ്പോൾ ഈ ലൈറ്റ് സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് ഉയർന്ന താപനിലയിൽ തീവ്രതയുള്ള പ്രകാശം പുറത്തുവിടാൻ സാധിക്കും. അതാണ് നമ്മുടെ സെമി ലൂമിനസെൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അപ്പോൾ ഇവിടെ ചുവടെ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളിലെ ഉൽപ്രേരകങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാമോ? അപ്പോൾ ഇവിടെ ചില രാസപ്രവർത്തനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഉൽപ്രേരകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹേബർ പ്രക്രിയ വഴിയുള്ള അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അമോണിയ വ്യാപകമായിട്ട് എന്ത് ചെയ്യുന്നു? നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഹേബർ പ്രക്രിയ. അപ്പോൾ ഹേബർ പ്രക്രിയ വഴിയുള്ള അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അമോണിയ, നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? അമോണിയ ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഇവ രണ്ടും കൂടി ചേർന്നാണ് എന്ത് കിട്ടുന്നത്? അമോണിയ ലഭിക്കുന്നത്. ഇനി സമ്പർക്ക പ്രക്രിയ വഴിയുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം. അപ്പോൾ സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് പറയുന്ന പേരാണ് സമ്പർക്ക പ്രക്രിയ. അപ്പോൾ ഹേബർ പ്രക്രിയ ഇതിൻ്റെയാണ്? അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമാണ് ഹേബർ പ്രക്രിയ. സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണമാണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടുന്നു? നമ്മുടെ സൾഫർ ഡയോക്സൈഡും ഓക്സിജനും കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? സൾഫർ കിട്ടുന്നു. അപ്പോൾ ഇവിടെ അതാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരകങ്ങളുടെ സ്വഭാവം, അതുപോലെ ഗാഢത, പ്രതല പരപ്പളവ് എന്നിവയ്ക്ക് പുറമേ
താപനിലയും ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യവും രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് രാസപ്രവർത്തനത്തെ വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരകങ്ങളുടെ സ്വഭാവം, അതിൻ്റെ ഗാഢത, അതിൻ്റെ പ്രതല പരപ്പളവ് എന്നിവ മാത്രമല്ല, താപനിലയും ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യവും എന്തിനെ സ്വാധീനിക്കുന്നു? രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഉൽപ്രേരണങ്ങൾ പ്രകൃതിയിലെ ഉൽപ്രേരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രകൃതിയിൽ പല ഉൽപ്രേരണ പ്രക്രിയകളും സംഭവിക്കുന്നുണ്ട്. ജീവനുള്ള ഓരോ കോശത്തിലും ആയിരക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ സാധാരണ താപനിലയിലും മർദ്ദത്തിലും സംഭവിക്കുന്നു. ഈ രാസപ്രവർത്തന വേഗത്തെ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ തന്മാത്രകൾ ത്വരിതപ്പെടുത്തുന്നതിനാൽ അവ ഉൽപ്രേരകങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ ഉമിനീരിൽ കാണപ്പെടുന്ന അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ്. അപ്പോൾ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് എന്താണ്? എൻസൈമാണ്. നമ്മൾ ഉമിനീരിൽ കാണപ്പെടുന്ന ആ ഒരു എൻസൈമാണ് അമിലേസ് എന്ന് പറയുന്നത്. അതുപോലെ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന അതും എന്താണ്? എൻസൈമാണ്. ഇനി ഉൽപ്രേരകവും മാജിക്കും. അപ്പോൾ എന്താ നോക്കാം. കൽക്കണ്ടം ചൂടാക്കിയാൽ ഉരുകുന്നു, എന്നാൽ ജ്വലന വിധേയമാകില്ല. അപ്പം നമുക്കറിയാം കൽക്കണ്ടം ചൂടാക്കിയാൽ അത് എന്ത് ചെയ്യുന്നു? ഉരുകുന്നു. പക്ഷെ അത് ജ്വലന വിധേയമാവില്ല. പക്ഷെ അല്പം ചാരം അതിൽ പുരട്ടിയതിന് ശേഷം ഉരുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കൽക്കണ്ടം ജ്വലിക്കുന്നതായി കാണാം. ഇവിടെ ചാരത്തിലുള്ള ചില ലോഹ സംയുക്തങ്ങളാണ് കൽക്കണ്ടത്തിൻ്റെ ജ്വലനത്തിൽ ഉൽപ്രേരകമായി വർത്തിക്കുന്നത്. അപ്പം നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. കൽക്കണ്ടം എന്ത് ചെയ്യുക? നമ്മൾ ചൂടാക്കിയാൽ എന്ത് ചെയ്യും? ഉരുകും. എന്നാൽ അതെന്ത് ചെയ്യില്ല? ജ്വലിക്കത്തില്ല. പക്ഷേ അല്പം ചാരം അതിൽ പുരട്ടിയാൽ എന്ത് ചെയ്യും? കൽക്കണ്ടം ജ്വലിക്കുന്നതായിട്ട് കാണാം. അതിനുള്ള കാരണം എന്താണ്? അതിൽ ചില ലോഹ സംയുക്തങ്ങൾ ഉള്ളത് കൊണ്ടാണ് കൽക്കണ്ടത്തിൻ്റെ ജ്വലനത്തിൽ ഉൽപ്രേരകമായിട്ട് ഈ ഒരു ചാരം വർത്തിക്കുന്നത്. അതുപോലെ ബോംബാർഡിയർ ബീറ്റിൽ സ്വയരക്ഷയ്ക്കായി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഉൽപ്രേരണ വിഘടനം ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ബോംബാർഡിയർ ബീറ്റിൽ സ്വയരക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു? ബോംബാർഡിയർ ബീറ്റിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ബോംബാർഡിയർ ബീറ്റിൽ എന്ന് പറയുന്നത്. ഇത് സ്വയരക്ഷയ്ക്കായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഉൽപ്രേരണ വിഘടനം ഉപയോഗിക്കുന്നു. ബീറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ദ്രുതഗതിയിലുള്ള താപമോചക പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ഈ ബീറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം എന്ത് ചെയ്യുന്നു? ദ്രുതഗതിയിലുള്ള താപമോചക പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും തൽഫലമായി നീരാവിയും അസ്വസ്ഥത ഉളവാക്കുന്ന മറ്റു രാസവസ്തുക്കളും പുറന്തള്ളുകയും ചെയ്യുന്നു. അതാണ് ബോംബാർഡിയർ ബീറ്റിലിൻ്റെ ആ ഒരു സവിശേഷത. അത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഉൽപ്രേരണ വിഘടനം ഉപയോഗിച്ചാണ് ബീറ്റിൽ എന്ത് ചെയ്യുന്നത്? എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ എൻസൈം എന്ത് ചെയ്യുന്നു? ദ്രുതഗതിയിലുള്ള താപമോചക പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും അവിടെ നീരാവിയും അസ്വസ്ഥത ഉളവാക്കുന്ന മറ്റ് രാസവസ്തുക്കളൊക്കെ പുറന്തള്ളുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.